പള്ളിത്തർക്കത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. ആരോട് ക്ഷമിച്ചാലും ദേവലോകത്തെ കാതോലിക്കയോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞ നാവിൽ നിന്ന് തന്നെ സമാധാനത്തിന്റെ സ്വരമുയർന്നത് നന്നായി. രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്നുവെന്ന് പറയാൻ ആദ്യം യാക്കോബായ സഭ തയ്യാറാകണമെന്നും ഓർത്തഡോക്സ് സഭ പറഞ്ഞു. അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി. അഞ്ജന, ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്താണ്? ഒരു സമാധാനത്തിന്റെ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഓർത്തഡോക്സ് സഭയും അറിയിക്കുകയാണോ? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. വാർത്താക്കുറിപ്പിലൂടെയാണ് ഓർത്തഡോക്സ് സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന യാക്കോബായ സഭയുടെ നിലപാട് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഏറെ നാളായി ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടുന്നതും ഇതാണ്. വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്. വൈകി വന്ന വിവേകം എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഈ വാർത്താക്കുറിപ്പ് ആരംഭിക്കുന്നത്. ഈ നിലപാട് സ്വാഗതം ചെയ്യുമ്പോഴും ഒരു ഭാഗത്ത് വിമർശനങ്ങളുമുണ്ട്. മലങ്കര സഭയെ അനാവശ്യമായി വിവാദങ്ങളിലേക്കും കേസുകളിലേക്കും വലിച്ചിട്ടത് യാക്കോബായ സഭയാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു നിലപാടാണ് ഇതെങ്കിൽ ഇനിയെങ്കിലും മലങ്കരയിൽ സമാധാനമുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു പരിഹാസ രൂപേണ ഉള്ള പരാമർശങ്ങളും ഇതിലുണ്ട്. കോടതിയെ അംഗീകരിക്കാൻ യാക്കോബായ സഭ തയ്യാറാകണമെന്നും നിയമത്തെ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും ഈ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഇനി മറ്റൊരു സഭയായി തുടരാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികൾ വിട്ടു നൽകണമെന്നും ഈ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്മൃതി. ശരി, അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.